നമസ്കാരം. പള്ളിത്തന്തമാരുടെ വിരട്ടിൽ റേഞ്ച് ഓഫീസർ ഔട്ട്. സംസ്ഥാനം ഒരു തിരഞ്ഞെടുപ്പിന് കൂടി കളമൊരുങ്ങുമ്പോൾ ഭയപ്പാടോടുകൂടി സർക്കാർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണേണ്ടതാണ്. ഇനി ആർക്കും ജൂൺ 19 കഴിയും വരെ പേടിക്കണ്ട. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള കരിനിയമങ്ങൾ ഉണ്ടാകില്ല. ആരോടും കനിവാർന്ന രീതിയിൽ അല്ലാതെ സമീപനം പോലും ഉണ്ടാകില്ല. എന്നാൽ ചിലതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് സർക്കാരിൻ്റെ ശോഭ കെടുത്താനായിട്ട് എന്ന് പറയുകയാണ് സഖാക്കൾ. അതായത് ചിലർ അങ്ങനെയാണ്. എത്രയൊക്കെ തല്ല് കിട്ടിയാലും പഠിക്കില്ല. അതുപോലുള്ള ചില ജനപ്രതിനിധികളടക്കം ഈ സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഫോൺ വിവാദം എന്നും ഈ കൊല്ലം MLA മുകേഷിനൊരു അലങ്കാരമാണ്, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ കേസുകളിലൊക്കെ പെട്ട് വിവാദ നായക നിരയിൽ ആയിരുന്നു ഈ കൊല്ലം MLA M മുകേഷ് എന്ന് പറയപ്പെടുന്ന ആൾ. സിനിമാ തിരക്കുകൾ കാരണം മണ്ഡലത്തിലെ പല പരിപാടികളിലും MLA പങ്കെടുക്കാറില്ല എന്നുള്ള ആരോപണങ്ങളും മുകേഷിനെതിരെ ഉയർന്നു വരുന്നുണ്ട് എല്ലാ സാഹചര്യത്തിലും. അപ്പോൾ മണ്ഡലത്തിലെ അസാന്നിധ്യം കൊണ്ട് തന്നെ വാർത്തകൾ നിറയുമ്പോഴും പാർട്ടി നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും താല്പര്യമുള്ളത് കൊണ്ട് തന്നെ നിയമസഭയിലും ലോക്സഭയിലുമൊക്കെ മത്സരിക്കുവാൻ അദ്ദേഹത്തിന് അവസരം പലപ്പോഴും ലഭിച്ചിട്ടുമുണ്ട്. 9 വർഷത്തോളം വരുന്ന പൊതുസേവന കാലത്ത് ഫോൺ വിളി വിവാദത്തിൽ MLA പലതവണ ചെന്ന് പെട്ടിട്ടുമുണ്ട്. ലൈസൻസ് ഇല്ലാത്ത വിധത്തിലുള്ള സംസാരങ്ങൾ കൊണ്ടാണ് പലപ്പോഴും മുകേഷ് സൈബറിടത്തിലെ വിവാദ നായകനായത്. രാത്രി വിളിച്ച ആളോട് അന്തസ് വേണമട അന്തസ് എന്ന് പറഞ്ഞ മുകേഷിൻ്റെ ഓഡിയോ ഒരു കാലത്ത് സൈബറിടത്തിൽ നിറഞ്ഞോടിയിരുന്നു. മുൻകാല അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹം ഒന്നും തന്നെ പഠിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊല്ലത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന പേരിൽ അറിയുന്ന രാഘം രാധാകൃഷ്ണൻ എന്നയാളുടെ ചതിക്കെതിരായി പണം നഷ്ടപ്പെട്ട തിരുവനന്തപുരം ഉരുട്ടമ്പലം സ്വദേശിയായിട്ടുള്ള യുവാവ് MLAയെ ഫോൺ വിളിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിച്ച രീതിയാണ് യുവാവിനെ നടുക്കിയിരിക്കുന്നത്. ഗതികെട്ട് വിളിക്കുന്ന യുവാവിൻ്റെ പ്രശ്നം എന്തെന്ന് പോലും കേൾക്കാൻ കൂട്ടാക്കാതെ ഭീഷണി മുഴക്കുകയാണ് കൊല്ലം MLA അപ്പോൾ ചെയ്തത്. MLA ഭീഷണി മുഴക്കുന്ന ഓഡിയോ ഇപ്പോൾ വൈറലാണ്. ആരാണ്? അല്ല, എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ. സാറാണോ? അതെ, അതറിയാമല്ലോ, പിന്നെന്തിനാണ് ആരാണെന്ന് ചോദിക്കുന്നത്? അല്ല സാർ, ഞാൻ 2-3 നമ്പറിൽ വിളിച്ചതാണ്. ശരി, പറഞ്ഞു. ആരാണ്, എവിടുന്നാണ്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് എവിടെയാ? തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്ത് നിന്നാണ്. ഊരുട്ടമ്പലം. പറഞ്ഞോ, എന്തായിരുന്നു? സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഘം രാധാകൃഷ്ണൻ. ഹലോ, കേൾക്കണ്ട. സുഹൃത്താ? ഏത് സുഹൃത്ത്? ഏത് സുഹൃത്ത്? അല്ല, സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഞാനിത് അങ്ങോട്ട്, ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ. കോടതിയുടെ തീരുമാനമാണ്, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ സാർ, ഇപ്പൊ ആള് വരും. എന്താണ് ചോദിക്കാൻ? സുഹൃത്താ? അല്ല, ഞാൻ വാർത്തയിലൊക്കെ കേട്ടോണ്ട് അറിയാതെ. അതെ, നിർത്തിക്കോ. ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ കേട്ടോ. വാർത്തയിലാണ്, വീട്ടിൽ വന്ന് അടിച്ച് പിരിക്കുന്നില്ലേ സാർ? ഞാൻ അങ്ങനെയല്ല സാർ, വാർത്തയാ. ഇപ്പൊ വരും. എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത്. അയാൾ അറിയാതെ വിളിച്ചു പോയതാണ്, വിട്ടുകളയെന്ന് പറഞ്ഞാൽ ഓക്കെ. അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല. ആകാശം സുഹൃത്താ? അല്ല, ഞാൻ വാർത്തയിൽ അങ്ങനെ പറഞ്ഞപ്പോ വെച്ച് പൊയ്ക്കോ. ജീവൻ കൊതിയുണ്ടെങ്കിൽ വെച്ച് പൊയ്ക്കോ കേട്ടോ. ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരും വിളിക്കരുത് കേട്ടോ. നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല, വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ. ഇറങ്ങിയിരിക്കുകയാണോ പരിപാടിയായിട്ട്? ശരി, ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ സർക്കാരിന് മുകേഷിനെ പോലുള്ളവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എങ്കിലും പിണറായി എന്തുകൊണ്ടോ മുകേഷിനെ കൈവിടുന്നില്ല എന്നുള്ളതാണ്. നിലമ്പൂരിൽ എങ്ങനെയെങ്കിലും സ്വരാജിനെ ഒന്ന് ജയിപ്പിച്ചെടുക്കുവാൻ ആരുടെ കയ്യും കാലും പിടിക്കാൻ സർക്കാരും CPM എന്ന പാർട്ടിയുമൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പള്ളിത്തന്തമാരെ ഭയന്ന് ചില നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം സർക്കാർ അത്തരത്തിലുള്ള ചില നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇടുക്കി തൊമ്മൻകുത്തിലെ കുരിശുപൊളി വിവാദത്തിൽ റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കാളിയാർ റേഞ്ച് ഓഫീസർ, ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള TK മനോജിനെയാണ് അഡീഷണൽ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ സ്ഥലം മാറ്റിയിരിക്കുന്നത്.
പത്തനാപുരം റേഞ്ചിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവ് തിങ്കളാഴ്ചയാണ് പുറത്തിറങ്ങിയത്. നാരങ്ങാനത്ത് തൊമ്മൻകുത്ത് സെൻറ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശ് വനം വകുപ്പ് പിഴുതുമാറ്റിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. വനം വകുപ്പ് ഭൂമിയാണെന്ന് ആരോപിച്ചായിരുന്നു നടപടികൾ. തുടർന്ന് കുരിശ് സ്ഥാപിച്ചവർക്കെതിരെ വനംവകുപ്പ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ കഴിഞ്ഞ ദുഃഖവെള്ളി ദിനത്തിൽ വിവാദ ഭൂമിയിലേക്ക് കുരിശിന്റെ വഴി നടത്തി പ്രതിഷേധിച്ചതിനും കേസെടുത്തു. ദുഃഖവെള്ളി ദിനത്തിലെ പ്രതിഷേധത്തിന്റെ പേരിൽ വൈദികർക്കെതിരെ അടക്കം കേസെടുത്തതിൽ പ്രതിഷേധിച്ച് സഭാ നേതൃത്വമടക്കം അന്ന് രംഗത്ത് വരികയൊക്കെ ചെയ്തു. കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവർക്ക് നോട്ടീസ് നൽകേണ്ട എന്ന് കഴിഞ്ഞ ദിവസം ഉന്നതതല നിർദ്ദേശത്തിൽ എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെ തുടർച്ചയായിട്ടാണ് റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് കൂടി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നതും അത്തരത്തിലുള്ള ഒരു വിവാദം ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും. കഴിഞ്ഞ ഏപ്രിൽ 11-നാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. ഈ വാർത്ത ഞങ്ങൾ അന്ന് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. അത് കാണാം. ഒരു കൈവശാവകാശ രേഖയും ഇല്ലാത്ത സ്ഥലമാണത്. അത് കയ്യേറ്റ വനഭൂമിയാണ്. നേരത്തെ അത് കയ്യേറിയ വനഭൂമിയാണ്. ഇപ്പോഴും റിസർവ് സ്റ്റാറ്റസിലുള്ളതാണ്. നമ്മൾ തിരിച്ച് ജണ്ടയിട്ട് സംരക്ഷിക്കേണ്ട സ്ഥലമാണത്. ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയ സമയത്ത് വനഭൂമിയാണ് എന്ന് കണ്ടതുകൊണ്ട് അത് തള്ളി ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രമാണ് സർവേ ചെയ്തത്. കൈവശഭൂമിയെന്ന് നാട്ടുകാരും വനഭൂമി എന്ന് വനം വകുപ്പും അവകാശപ്പെടുന്ന ഭൂമിയിൽ തൊമ്മൻകുത്തിലുള്ള പള്ളിയുടെ നേതൃത്വത്തിൽ കുരിശ് സ്ഥാപിക്കുകയായിരുന്നു അന്ന്. അതിനുശേഷം അതിനോടൊപ്പം തുടർന്ന് വനം വകുപ്പ് ഈ കുരിശ് പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ച ഈ സ്ഥലത്തേക്ക് കുരിശിൻ്റെ വഴി നടത്താൻ നേതൃത്വം നൽകിയവർ അന്നുള്ള പാതിരിമാരടക്കമുള്ളവരെ വനം വകുപ്പ് കേസിൽപ്പെടുത്തിയിരുന്നു. തുടർന്ന് വൈദികർക്ക് നോട്ടീസ് നൽകുവാനുള്ള തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധം ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി നിർത്തിവെക്കുവാനുള്ള തീരുമാനം വനം വകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതാണ് വിവാദത്തിലേക്ക് എത്തപ്പെടുന്നത്. അതിനിടെയാണ് ഈ കുരിശ് പിഴുതുമാറ്റിയ സംഭവത്തിൽ മുറ്റത്ത് കുരിശ് സ്ഥാപിച്ച് പ്രതിഷേധിച്ച് നാരങ്ങാനത്തെ മറ്റ് മതസ്ഥരും രംഗത്ത് വന്നിരുന്നത്. നാരങ്ങാനത്ത് ഈ തൊമ്മൻകുത്ത് സെയിൻറ് തോമസ് പള്ളി കൈവശഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് വനം വകുപ്പ് പിഴുതുകൊണ്ടുപോയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാരങ്ങാനത്തുള്ള ഇടവകക്കാരുടെ വീട്ടുമുറ്റത്ത് കുരിശ് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിരുന്നു. തുടർന്നാണ് നാട്ടുകാരായ മറ്റു മതസ്ഥരും തങ്ങളുടെ പറമ്പിലും മുറ്റത്തുമൊക്കെ കുരിശ് വെച്ച് പ്രതിഷേധിക്കുവാൻ തന്നെ തീരുമാനമെടുത്തതും. പള്ളിയുടെ കൈവശ ഭൂമിയിൽ നിന്ന് പിഴുതുമാറ്റിയ കുരിശ് പുനഃസ്ഥാപിക്കുകയും നാരങ്ങാനത്തെ പട്ടയ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്നതുവരെ കുരിശ് മുറ്റത്ത് നിന്ന് മാറ്റില്ലെന്ന തീരുമാനത്തിലാണ് നാരങ്ങാനം നിവാസികൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ തൊമ്മൻകുത്തിൽ സെൻറ് തോമസ് പള്ളി ഇടവക വിശ്വാസികൾ സ്ഥാപിച്ച ആ കുരിശ് അന്ന് വനംവകുപ്പ് പൊളിച്ചു മാറ്റിയിരുന്നു. സംരക്ഷിത വനഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചു എന്ന് ആരംഭിച്ചുകൊണ്ട് തന്നെയാണെന്ന് വനം വകുപ്പ് ഇത് പൊളിച്ചു മാറ്റിയത്. എന്നാൽ ഇത് വനഭൂമി അല്ല എന്നും കൈവശാവകാശ ഭൂമിയാണെന്നുമാണ് സഭയുടെയും വിശ്വാസികളുടെയും നിലപാട് എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഇത് വനഭൂമിയാണ് എന്നാണ് വനം വകുപ്പിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ എന്ത് തെറ്റാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത് എന്ന് പറയണം. അത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. നീതിപൂർവം ജോലി ചെയ്തതാണോ ഇദ്ദേഹത്തിൻ്റെ കുറവ്, അതോ പാതിരിമാർക്ക് കുരിശ് സ്ഥാപിക്കുവാൻ വനഭൂമി വിട്ടു നൽകാത്തതാണോ ഈ കാളിയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള TK മനോജ് ചെയ്ത കുറ്റം എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കണം. അനീതി പ്രവർത്തിക്കാത്തതിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്തിൻ്റെ പേരിലായാലും അത് ന്യായീകരിക്കാൻ കഴിയില്ല. ഇത്തരം വിവാദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥനെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് സർക്കാർ പോയിരിക്കുന്നതും. ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ് ഇവിടെ സർക്കാർ നടത്തുന്നത്. അത്തരത്തിലുള്ളൊരു ചെയ്തിയാണ്. ഇതുപോലെ തിരഞ്ഞെടുപ്പ് കാലത്ത് സമുദായ നേതാക്കളെയും പള്ളിപ്പാതിരിമാരെയും പ്രേരിപ്പിച്ചു നിർത്തേണ്ട ഗതികേടാണ് ഈ സർക്കാരിന്. വലിയ സോഷ്യലിസവും കമ്മ്യൂണിസവും പ്രസംഗിക്കുകയും മതേതരത്വ നിലപാടുള്ള സർക്കാരാണ് എന്ന് വാതോരാതെ പറയുകയും ചെയ്യുന്ന പിണറായിയുടെ സർക്കാർ പക്ഷേ മെത്രാന്മാരുടെയും പാതിരിമാരുടെയും കുഴലൂത്തുകാരനാകുന്നത് എന്തിനാണ്? ഈ മെത്രാന്മാർക്കും സഭകൾക്കും ഒളിച്ചു പിടിക്കാവുന്ന ഒട്ടനവധി കേസുകൾ, അത് കോടാനുകോടികളുടെ ഹവാല പണമിടപാടുകളാകട്ടെ, മഠങ്ങളിൽ നടക്കുന്ന പീഡനങ്ങളാകട്ടെ, കൊലപാതകങ്ങളാകട്ടെ, ഇതൊക്കെ ഒതുക്കി തീർക്കുവാൻ കഴിയുന്നത് ഈ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് കാണിച്ചാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടിമകളാകുന്ന വിശ്വാസി സമൂഹം അരമനയിലെ ബിഷപ്പുമാരും മെത്രാന്മാരും പള്ളിപ്പാതിരിമാരും പറയുന്നത് കേട്ട് അവരുടെ ഇംഗിതത്തിന് പ്രവർത്തിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമാണ്. എന്ത് നാറിയ കേസുകളും ഉണ്ടായാൽ പോലും അതൊക്കെ നിഷ്പ്രയാസം ഒതുക്കി തീർക്കാൻ ഇവർക്ക് കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കാരണം സർക്കാരുമായിട്ട് വിലപേശാൻ പറ്റിയ ഉൽപ്പന്നമാണ് മതമെന്ന് പറയപ്പെടുന്നത്.
പിന്നെ ആ മതത്തിൻ്റെ പേരിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് സർക്കാരിനെ വരുതിയിലാക്കാൻ ഈ സഭകൾക്കും പാതിരിമാർക്കും കഴിയുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ട തൊമ്മൻകുത്തിലെ കുരിശുപൊളി വിവാദത്തിൽ റേഞ്ച് ഓഫീസർക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. സഭകളും പള്ളിത്തന്തമാരും ഒന്ന് പിടിമുറുക്കിയാൽ പിന്നെ ഏത് സർക്കാരും കുനിഞ്ഞു കുമ്പിട്ട് നിൽക്കും അവന്മാരുടെയൊക്കെ ആജ്ഞാനുവർത്തികളായിട്ട്. അങ്ങനെ ഒരു മതത്തിനും സമുദായത്തിനും അടിയറവ് വയ്ക്കുവാനോ അല്ലെങ്കിൽ അവരുടെ താളത്തിന് തുള്ളാനോ വേണ്ടിയല്ല ജനാധിപത്യത്തിലൂടെ ഒരു സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. നീതിപൂർവം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ പള്ളിത്തന്തമാരുടെ ഭീഷണിയിൽ സ്ഥലം മാറ്റുന്നതും ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നതും ഒരു സർക്കാരിനും ഭൂഷണമല്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.